നമസ്കാരം. ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാനഡയെ പറ്റിയാണ്. കനേഡിയൻ ഇമിഗ്രേഷനിൽ സക്സസ് ആയ ചിലരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങൾ ഒഴികെ ബാക്കി ഏത് രാജ്യത്തോട്ട് കയറി പോകുന്നവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ മനസ്സിലൊരു വിഷമമുണ്ട്. കാര്യം പലയിടത്തും പല രാജ്യങ്ങളിലും നിരവധി പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നതായി നമ്മുടെ മീഡിയയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യു കെയിലാണെങ്കിൽ അവരുടെ ഇമിഗ്രേഷനിൽ വൻ മാറ്റങ്ങൾ വരുന്നു. കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ അവർക്ക് ഡെപ്പോസിറ്റ് കൂടുന്നു. മറ്റു രാജ്യങ്ങൾ ഓസ്ട്രേലിയ അവരുടെ വിസ നയങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നു. അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ നമ്മൾ കാണുമ്പോഴും ഏത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ ഈ പറയുന്ന അതിജീവിച്ച് അല്ലെങ്കിൽ അതൊക്കെ അതിജീവിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ ഈ രാജ്യങ്ങളിലേക്ക് മാസം തോറും നൂറുകണക്കിന് ആളുകളാണ് അല്ലെങ്കിൽ പ്രൊഫഷണലാണ് കയറി പോകുന്നത്, കുടിയേറുന്നത്. വിവിധ പാത്വേയിലൂടെയാണ് അവരൊക്കെ മൈഗ്രേഷന് ശ്രമിക്കുന്നത്. ഇന്നും ആംസ്റ്ററിലൂടെ എല്ലാ ആഴ്ചയിലും ധാരാളം പേർക്കാണ് ഇൻവിറ്റേഷനും വിസ അപ്രൂവലൊക്കെ ലഭിക്കുന്നത്. കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഞാൻ ഇവിടെ നിന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഈ സമയം ഞാൻ വിലയിരുത്തുകയാണ്. നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടിയാണ്. എല്ലാ ആഴ്ചയിലും എനിക്ക് കമൻസ് വരാറുണ്ട്, നിങ്ങൾ എന്തിനാണ് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, ആളുകൾ നിങ്ങൾ വഴി പോകുന്നത് ഞങ്ങൾക്കറിയാമല്ലോ. എന്നാലും എനിക്ക് ചിലരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്, ഞങ്ങളുടെ ടീമിന് ഒരു അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ആംസ്റ്റർ എന്ന സ്ഥാപനത്തിലൂടെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. പുതിയ ആളുകൾ കടന്നു വരുമ്പോഴും ഈ പ്രസ്ഥാനം ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ ധാരാളം കമൻസ് ഒക്കെ വരാറുണ്ട് നമുക്ക്. ഈ ആംസ്റ്റർ ഇതാണ് ഈയിടയ്ക്കൊരു ആൾ കമൻറ്റ് ചെയ്തിരുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയധികം വീഡിയോകൾ ചെയ്യുന്നത്, നിങ്ങൾ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണോ? യൂട്യൂബിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടിയല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും ആക്സസ് ആയ ഒരു മീഡിയയാണ്. ടി വി ചാനലിനേക്കാൾ ആളുകൾ ഇത് കാണുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. സ്പെഷ്യലി ഒരു ടീം ലീഡർ എന്ന നിലയിൽ ഈ സ്ഥാപനത്തിനെ നയിക്കുന്ന ഒരാളെന്ന നിലയിലും ഞങ്ങൾക്കൊരു അഭിമാനമാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ സമയം കണ്ടെത്തി അവരെയൊക്കെ അഭിനന്ദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം അഭിനന്ദിക്കുന്നത് സൗമ്യയാണ്. അദ്ദേഹം രജിസ്റ്റേർഡ് നേഴ്സാണ്. കാനഡയിലേക്ക് കുടിയേറാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിൽ ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും COPRൻ്റെ പ്രോസസ്സാണ്, കാനഡ പെർമനന്റ് റെസിഡൻസിയുടെ പ്രോസസ്സാണ്. എല്ലാവിധ ആശംസകളും സൗമ്യ. കാനഡയിലേക്ക് കുടിയേറാനുള്ള താങ്കളുടെ തീരുമാനം എടുത്ത് ആംസ്റ്ററിൽ വന്ന് പ്രോസസ്സ് ചെയ്തു, അത് സക്സസ് ആയി, അത് മുന്നോട്ട് പോകുന്നു. ഇനിയുള്ള പ്രോസസ്സും COPR സ്റ്റാമ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോട്ടെ. ഒരു ഹാപ്പി ലാൻഡിങ്ങും ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു ഫാമിലിയാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ സന്തോഷപൂർവ്വം ഒരു ഫാമിലി കാനഡയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഹുദ അസീസും കുടുംബവുമാണ്. അദ്ദേഹം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഫാമിലിയോട് കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. അവർ തിരഞ്ഞെടുത്തത് കനേഡിയൻ ലൈഫും അതിൻ്റെ പ്രോസസ്സിനായി തിരഞ്ഞെടുത്തത് ആംസ്റ്റർ ഇമിഗ്രേഷനുമാണ്. ഹുദയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും. കുഞ്ഞുങ്ങളുമായി കാനഡയിലെത്തി ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. ആംസ്റ്റർ എന്ന ഈ ഇമിഗ്രേഷൻ കമ്പനി നിങ്ങളോടൊപ്പമുണ്ട്. ഏതാവശ്യത്തിനും ഞങ്ങളുടെ എൻ്റയർ ടീം, കാനഡയിലുള്ള ലീഗൽ ടീം ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരു വിസ പ്രോസസ്സ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സർവീസ് അവസാനിക്കുന്നില്ല. ഇനിയും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളൊപ്പമുണ്ട്. നിങ്ങൾക്കറിയാം, ആ സർവീസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം ഒരിക്കൽ കൂടി ഹുദയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും. അടുത്തൊരു വിസിറ്റ് വിസ കാൻഡിഡേറ്റ് ആണ്. വിസിറ്റ് വിസയെ പറ്റി പറയും. അതെടുത്ത് ഞാനൊന്ന് കാണിക്കാനുള്ള കാര്യം, ധാരാളം ആളുകൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഏജോ അങ്ങനെയൊന്നുമില്ല. ആർക്കും വിസിറ്റിന് അപ്ലൈ ചെയ്യാം. നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ആംസ്റ്റർഡാമിൻ്റെ ടീം അതിന് ഒരു ലീഗൽ ടീം അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ നിങ്ങളുടെ ഒപ്പമുണ്ട്. ആതിര എന്നാണ് കാൻഡിഡേറ്റിൻ്റെ പേര്. ആതിര കാനഡയിലേക്ക് വിസിറ്റ് വിസയിലൂടെ പോവുകയാണ്. ആതിരയ്ക്ക് എല്ലാവിധ ആശംസകളും. വിസ ലഭിച്ചിരിക്കുകയാണ് ആതിരയ്ക്ക്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗീതുവിനെയാണ്. കാനഡയിലേക്ക് പെർമനന്റ് റെസിഡൻസിയോടെ STEM കാറ്റഗറിയിൽ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ലഭിച്ചു. ബിസിനസ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റാണ് ഗീതു.
ഗീതും കാനഡയിലേക്ക് കുടിയേറുന്നതിന് തിരഞ്ഞെടുത്തു. ആ രാജ്യം തിരഞ്ഞെടുത്തപ്പോൾ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് നേരിട്ടുള്ള ഇമിഗ്രേഷൻ സപ്പോർട്ടിൽ നടക്കുന്ന ആംസ്റ്റർ ഇമിഗ്രേഷൻ ചൂസ് ചെയ്തു. അതിൽ വിജയത്തിലെത്തി. ഗീതു കാനഡയിലേക്ക് കുടിയേറുന്നു. അപ്പം ഇനിയുള്ള പ്രോസസ്സിന് എല്ലാവിധ ആശംസകളും. ആംസ്റ്റർ എൻ്റെ ടീം ഒപ്പമുണ്ട്. എന്താവശ്യത്തിനും നിങ്ങൾ ആംസ്റ്റർ ഇമിഗ്രേഷനിലെ ഡോക്യുമെൻറ്റേഷൻ സർവീസ് ടീമിനോട് കോർഡിനേറ്റ് ചെയ്ത് മാത്രം മുന്നോട്ട് പോകുക. COPR സ്റ്റേജ് വരെയുള്ള പ്രോസസ്സ് ഭംഗിയായി പോകട്ടെ. ഇനി ലാൻഡിംഗ് പ്രോസസ്സും ഒരു ഹാപ്പി ലാൻഡിംഗ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് സന്ദീപാണ്. ഡേറ്റാബേസ് അനലിസ്റ്റ് ആൻഡ് ഡേറ്റ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹം കാനഡയിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചപ്പോൾ ആംസ്റ്റർ ഇമിഗ്രേഷൻ എന്ന നമ്മുടെ സ്ഥാപനം തിരഞ്ഞെടുത്തു. സന്ദീപിനും എല്ലാവിധ ആശംസകളും. തുടർന്നുള്ള പ്രോസസ്സിന് എല്ലാവിധ സഹായത്തിനും ആംസ്റ്റർ ഡോക്യുമെൻറ്റേഷൻ ടീമും ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ COPR കഴിഞ്ഞ് ആ ഒരു ഹാപ്പി ലാൻഡിങ് ഞാൻ സന്ദീപിനെ ആശംസിക്കുന്നു. അടുത്ത അർച്ചനയാണ്. അദ്ദേഹം സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ പ്രാവശ്യം ധാരാളം IT-കാർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അർച്ചന. അപ്പോൾ അർച്ചനയ്ക്കും എല്ലാവിധ ആശംസകളും. കാനഡയിലേക്ക് കുടിയേറാൻ ഒരു IT സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുത്തത് നല്ല കാര്യം തന്നെയാണ്. ഒരു IT-കാരന് IT പ്രൊഫഷണലിന് കാനഡയിൽ നല്ലൊരു സാധ്യതയാണ്. അപ്പോൾ IT-കാർക്ക് കാനഡ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയുടെ വിളനിലം തന്നെയാണ്. അപ്പോൾ അർച്ചനയ്ക്കും കാനഡയിലെത്തി ഒരു നല്ല ഒരു പ്രൊഫഷണലായി മാറാനും ഒരു നല്ല ജീവിതം കാനഡയിൽ ഉണ്ടാവാനും ഞങ്ങൾ ആശംസിക്കുന്നു. ഇനിയുള്ള തുടർന്നുള്ള COPR പ്രോസസ്സിന് ആംസ്റ്റർ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും. അദ്ദേഹത്തിന് PR ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത് ഒണ്ടാരിയോ PNB ടെക് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമിലൂടെയാണ്. അടുത്തത് ഒരു വിസ കാൻഡിഡേറ്റ് ആണ്. ഞാനൊരു എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ആൻസിക്ക് സ്റ്റഡി വിസയ്ക്ക് കാനഡയിലേക്ക് 2024 മെയ് ഇൻടേക്കിലേക്ക് സ്റ്റുഡൻറ്റ് വിസ ലഭിച്ചിരിക്കുകയാണ്. ആൻസിക്കും എല്ലാവിധ ആശംസകളും. ആൻസിക്ക് ഫ്ലൈനിന് സമയമുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ആശംസകളും. ആംസ്റ്റർഡാം ടീം ആൻസിക്കൊപ്പം ഈ മെയ് ഇന്ത്യക്ക് പോകാനുള്ള വിസകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 2024 മെയ് പോകാനുള്ള വിസയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ ആൻസിയൊക്കെ എത്ര കാലം മുമ്പ് ഇതിൻ്റെ പ്രോസസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റഡി വിസയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ആലോചിച്ച് നോക്കുക. 2024 മെയ്യിൽ പോകേണ്ട ആൾ 2023 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ വിസ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത്രത്തോളം സീരിയസ് ആണ് ഈ കാര്യത്തിൽ. ഈ ഒരു ജാഗ്രത ആൻസിയുടെ വിജയത്തിൻ്റെ ആദ്യപടിയായിട്ട് ഞങ്ങൾ കരുതുന്നു. കാനഡയിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന ഒരാൾ പോലും തിരിച്ചു വരേണ്ട ഒരവസ്ഥ ഉണ്ടാകില്ല. അത് ആംസ്റ്ററിൻ്റെ ഉറപ്പാണ്. ആൻസിക്ക് ഒരു സ്പെഷ്യൽ കാൻഡിഡേറ്റ് എന്ന നിലയിൽ പെർമനന്റ് റെസിഡൻസി വരെ ഒരു സ്പെഷ്യൽ ഓഫറും ഞങ്ങൾ ആൻസിക്ക് കൊടുക്കുന്നു. ആൻസിയുടെ ഒരു മീറ്റപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരത്തെ തന്നെ വിസ എടുക്കുന്ന വളരെ ചുരുങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കാൻഡിഡേറ്റ് ആണ് ആൻസി. സ്റ്റഡി ധാരാളം പേർക്ക് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. ഞാനൊരാളെ സ്പെഷ്യലി പരിചയപ്പെടുത്തുമ്പോൾ മെയ് ഇന്ത്യക്ക് പോകുന്ന ഒരാൾക്ക് അത്രത്തോളം സീരിയസ് ആയി അദ്ദേഹം ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആംസ്റ്ററിലൂടെ ഉണ്ടാവും. ആ ഗിഫ്റ്റ് എന്താണെന്ന് ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ചകളിൽ ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ കനേഡിയൻ സ്വപ്നങ്ങൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഈ എടുത്തു കാണിച്ചവരെ മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റുള്ള ഏജൻസി വഴിയും കൺസൾട്ടൻസ് വഴിയും സെൽഫായും കാനഡയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻ. Amster, your best immigration partner. Dream to fly? Step to Amster.